ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഞാൻ ഇവിടുന്ന് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ തക്കാളീൻ്റെ 2 തക്കാളി ഇടിയിട്ട് അത് പ്രൂണിങ് നടത്തിയിട്ട് അതിൻ്റെ തല നമുക്ക് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഈ തക്കാളി ഉണ്ട, ഇതിപ്പോൾ 7 കിലോ വന്നു. 1 2 3 4 5 6 7 കിലോ വന്നിനി. ഇത് ഇനി മുറിച്ചിട്ട് ഇതാക്കാം. ഇതും അങ്ങനെ 1 2 3 4 5 6 7 കിലോ വന്നു. അതിന് ഇതിപ്പോൾ നമുക്ക് പ്രൂണിങ് ചെയ്യാൻ പറ്റും. പ്രൂണിങ് ചെയ്താലെന്ന് വെച്ചാൽ കൂടുതൽ ഉയരമില്ല, ഉയരം വരില്ല. അത് നല്ലോണം കായ് പിടുത്തുണ്ടാവും. ഇതിന് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ വരും, അന്നേരം ഇഷ്ടംപോലെ കായ് ഉണ്ടാവും. ഇത് ഒന്നാമത് നീണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ബ്രാഞ്ച് പൊട്ടൽ കുറവാണ്. ഇതാകുമ്പോൾ ഇഷ്ടംപോലെ ഇതാവും, ബ്രാഞ്ച് പൊട്ടും. അന്നേരം ഇതിങ്ങനെ ഇഷ്ടംപോലെ ഇതാവും. ഇത് ഞാൻ ഇതിനിടക്ക് ഞാൻ ഇതില്ലേ കരിയില, ആ കരിയിലയിലാക്കിയതാണ്. ഇത് കണ്ട, കരിയിലയിൽ നട്ട തക്കാളിയായി കണ്ട, നല്ല ഉഷാറായിന്. അത്രയായിട്ട് ഒരാഴ്ച ആയില്ല, 3-4 ദിവസം ആയില്ലോ. നല്ല ഉഷാറായി നോക്കണ്ട. കരിയിലയിൽ നട്ടതാണ്. നല്ല കരിയില കണ്ട, വളം പോലെ ആയിത്തടിങ്ങി. കണ്ട നല്ല വളം പോലെ ആയിത്തടിങ്ങി. അതിനെന്നാ ഞാൻ പൊടിവളമല്ല ഇട്ട് കൊടുത്തത്. ഞാൻ ചാണകം കലക്കിയിട്ട് പുറത്തേക്ക് കൂടി ഇതിൻ്റെ തക്കാളിക്ക് മുട്ടാതെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റും ചാണകം കലക്കിയിട്ട് ഇട്ട് കൊടുത്തു. ആ ആ ചപ്പ് അതേപോലെ തന്നെ അമിഞ്ഞ് കിടക്കും, വേഗം അമിഞ്ഞോളും. അതിന് വേണ്ടിയിട്ടാണ് ആ പച്ചച്ചാണകം കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിന്. പൊടിവളം ഇട്ടിട്ട് കുറച്ച്, പക്ഷേ അത് ഈ ചാണകം അതിൻ്റെ മേലെ 2 ലെയറിൽ ഒഴിച്ച് കൊടുത്തത്. അങ്ങനെ അടിയിൽ ചപ്പിട്ട് അതിൻ്റെ മേലെ ലേശം ചാണകം കലക്കിയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ഇത് നട്ടത്. ഇതിപ്പോൾ നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്രയായി. ഇനിയിപ്പോൾ നമുക്കിതിപ്പോൾ എങ്ങനെയാണ് പ്രൂണിങ് ചെയ്യാമെന്ന് നോക്കാമല്ലോ. ഇതിപ്പോൾ 7 ഇല വന്നിട്ടുണ്ട്. 7 ഇല വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിലേക്കൂടി ഇങ്ങനെ കട്ട് ചെയ്യുക, ചെരിച്ചിട്ട് കട്ട് ചെയ്യണം. ചെരിച്ചിട്ട് കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇത് ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ സൂഡോമോണസും ഇല്ല, ഞാൻ കൊണ്ടുവന്നതില്ല. അന്നേരം പിന്നെ സൂഡോമോണസ് ഇടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വേപ്പും കുരുവിൻ്റെ ഇത് കണ്ട, വേപ്പും കുരുവിൻ്റെ ഇത് ലേശം ഇതിലിട്ട് വെക്കുക. ഇതിലിട്ടിട്ട് കലക്കി ഇതിലെടുത്ത് വെക്കാം. ഇതിനകത്തിട്ടാം അതിൻ്റെ ഇത് മുളപ്പിക്കാൻ വേണ്ടി വെക്കാനാണ്. 20 ദിവസം കഴിയുമ്പോഴേക്ക് അത് നടേണ്ട പാകമാവും. മുളച്ച് വരും, വേര് വരും, തനിയെ വേര് വരും. ഇത് ഇന്നിപ്പം ഇട്ട് കഴിഞ്ഞാൽ നാളേക്ക് വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് മാറ്റണം. പിന്നെ ദിവസം വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കണം ദിവസവും. എന്നാൽ നല്ല വേഗം വേര് പൊട്ടിക്കോളും. ഇതിപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ ഇതെന്താ ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇതിലേക്കൂടി ഇത് ചെരിച്ച് മുറിക്കുക. ഇത് ഇത്രേ ഇതുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇതും ഇതിലേക്കൂടി ഇട്ട് കൊടുക്കുക. ഇത് കണ്ട, ഇതിലേക്കൂടി ഇങ്ങനെ ഈ വെള്ളത്തിലിട്ടിട്ട് അവിടെ കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ ഇട്ടിട്ട് അവിടെ ഇട്ട് വെക്കുക. ഇത് കണ്ട, ഇതേപോലെ. ഇത് എന്നാൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഒരു വേര് വരും. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ആ വേര് വന്നിട്ട് അപ്പോൾ നാളെ ഇപ്പോൾ ഈ വേപ്പിൻ്റെ വെള്ളം നാളെ മാറ്റത്തില്ല. വേപ്പിൻ്റെ അതിന് മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റുന്നില്ല. ഈ വേപ്പും വെള്ളത്തിൽ തന്നെ ആയാലും സാരമില്ല. 2 ദിവസം കഴിഞ്ഞിട്ടായാലും മാറ്റിയാൽ മതി. പിന്നെ വെള്ളം മാറ്റി നോക്കുക, മുള വരുന്നത് നോക്കുക, ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിനെന്താ വേണ്ടത് വെച്ചാൽ അതിന് കുറച്ച് അതിൻ്റെ ഇത് വാരിയിടണം. അതിന് കുറച്ച് ഇതിൻ്റെ ഇതാണ് വാരി ഒട്ടിക്കുന്നത്. ചകിരിച്ചോറിൻ്റെ ഇതിങ്ങനെ അതിൻ്റെ വെള്ളം പുറത്ത് പോകില്ലേ, അതിന് വേണ്ടിയിട്ടാണത്. അതിനത് അവിടെ കുറച്ച് വെള്ളം അവിടെ ഒട്ടിച്ച് കൊടുക്കാം. അത് പറ്റുന്നില്ലല്ലോ, നോക്കട്ടെ. അത് പറ്റുന്ന തൂക്കിയെടുക്കട്ടെ. ഇത് ലേശം നല്ലപോലെ അവിടെ പറ്റിച്ച് വെക്കട്ടെ. ഇത് വേണ്ട, എന്നാൽ വെള്ളം പുറത്തേക്ക് പോകില്ല. അല്ലെങ്കിൽ അതിന് വെള്ളം തേച്ചും വലിഞ്ഞ് പോയി കഴിയും, വെള്ളം പോയി കഴിയും. അതുകൊണ്ട് ഇതിനെ വെള്ളം മുടിക്കുമ്പോഴേക്ക് തന്നെ അതിന് വെള്ളം വന്നിടുങ്ങി. അതവിടെ വെച്ചിട്ട് ഇതിപ്പോൾ ഇതാണ് ഈ തക്കാളീൻ്റെ പ്രൂണിങ് ആയത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയിപ്പം ഇതിങ്ങനെ തന്നെ വെക്കുക. ഇതിപ്പോൾ ഇത്ര പോലെ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ലേശം കലക്കി വെച്ച് സൂഡോമോണസും ഉണ്ടെങ്കിൽ കലക്കി വെച്ചാൽ നാളേക്ക് അത് മാറ്റിയിട്ട് ദിവസവും വെള്ളം മാറ്റിയിട്ട് വെച്ചാൽ മതി. ഇതെടുത്തിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി കൊടുക്കുക. ഇതിപ്പം വേപ്പും പിണ്ണാക്കം ആയതുകൊണ്ട് ദിവസം മാറ്റണം എന്നില്ല, വെച്ചാൽ നാളെ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഇതാണ് ഇതിനകത്തെ
പിന്നെ കരിയില ഇട്ടിട്ടുള്ള തക്കാളി നട്ടതായത്. ഇനി നല്ല ഉഷാറില്ലേ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ? ഇതാണ് കരിയില ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പം അങ്ങനെ ഒരു ചിലവൊന്നുമില്ല. കരിയിൽ കുറച്ച് വളവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇനി ചിലവില്ല. കരിയിലും കുറച്ച് പച്ചവളം വളം ഇതല്ലോ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന കാണിച്ചു തരുന്ന വെച്ചാൽ ഞാൻ ഈ കുറച്ച് മല്ലിക്കുരു പാവാൻ വേണ്ടിയിട്ട് നോക്കലാണേ. കണ്ടോ, ഞാൻ ഈയിടക്ക് കുറച്ച് വായിനായിരുന്നു മല്ലിച്ചപ്പിനി. അത് കുറേ പോയി ആ മഴക്ക് കുറേ ചീഞ്ഞ് വരും. ഒരു 5-10 കിട്ടിയിട്ട് ഞാൻ ഒന്നിൻ്റെ അകത്താക്കി എടുത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇതിപ്പം ഇതിനകത്ത് ഇടാനാണ് പോകുന്നത്. ഇതിനകത്ത് ഇത് വേണ്ട, ഈ പാത്രത്തിൽ ഇട്ടിട്ട് പൊടിപ്പിച്ചിട്ട് നമുക്ക് പറിച്ച് നടാം. അതാണ് നല്ലത്. അത് മഴയെങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ വിഷമമാണ്. അഥവാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തണലത്തെടുത്ത് വെച്ചാൽ മഴ നനയാണ്ട് വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടാലോ. വേണ്ട, ഇങ്ങനെ ദൂരം ഇടാം. എന്താ ഇതിങ്ങനെ ഉണ്ടല്ലേ. ഇത് പൊതിർത്ത് വെച്ചതാണ്, 2 മണിക്കൂറിലധികമായി പൊതിർത്ത് വെച്ചിട്ട്. ഇത് ഹൈബ്രിഡിൻ്റെ കുരുവാണ്. പൊടിക്കുന്ന വിചാരിക്കുന്നത്. ഉടനെ കുറച്ച് ദിവസമായി, എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഇതും കൂടി നോക്കി നോക്കാം. എന്നിട്ട് അതിനാണ് ഇത് എടുക്കുന്നത്. എന്താ ഇല്ലേ, ഇതാണ് ഇങ്ങനെ നടാന്നാണ് കാട്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെ കുറച്ച് വളംപാരി ഇടാം. അതിൻ്റെ മേലെ പൊടിവളം, ചകിരിച്ചോറവും ഇതിലെ പ്രോട്ടീൻ ഇതാക്കിയത്. എന്താ ഒച്ചിട്ടാൽ മതി. അത് പുറത്ത് പൊതിപ്പോന്നായിട്ട് റേഷൻ അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ വാരി വിതറിയിട്ട് എന്താ ഇതേപോലെ ചെയ്യാം. ഇന്നിപ്പം നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഞാൻ ഇതിനിടയ്ക്ക് ചിരട്ടയിലാക്കിയിട്ടുണ്ടായിരുന്നു. ചിരട്ടയിലാക്കിയിട്ട് അത് നോക്കുമ്പോഴേക്കത് പിന്നെ മഴ പെയ്തില്ല, എല്ലാ വെയിലേടായിപ്പോയി. ഞാനിത് എല്ലാം കൂടി പൊറുക്കി കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ചീഞ്ഞ് പോയിപ്പോയി. പൊടി ചെറിയ തയ്യായിരിക്കും. ആ തൈ വലിയ മഴ വന്ന് വീണിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നും ബാക്കിയാവില്ല, എല്ലാം ചീഞ്ഞ് പോയിപ്പോവും. അതുകൊണ്ട് ഇനിയിപ്പം ഇതെന്ന് വെച്ചാൽ ഞാനിപ്പം എല്ലാവരോടും പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഈ ചിരങ്ങ, ഇത് താലോലിയും കക്കിരിയാണ്. കുക്കുംബർ, ഇത് ചുരങ്ങ, നീളൂല ഇതില്ലേ, അതാണിത്. ഇതും കൂടി നടണം. ഇതിപ്പം ഞാൻ തയ്യാക്കി പൊടിപ്പിച്ചിട്ടാണ് നടേണ്ടത്. ഞാൻ ആയില്ല, നോക്കിയില്ല. അതിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലം ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഈ ചെയ്തത്. ഇത് നിങ്ങളെല്ലാവരും എന്താ വേണ്ടത് വെച്ചാൽ ഒരു 5 ബാഗ്. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പ്രായമായിട്ടും എനിക്കൊരു കൃഷീനെ പറ്റിയിട്ട് എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഒരു മടുപ്പ് വരുന്നില്ല. അത്ര തടിക്ക് സുഖമില്ലെങ്കിൽ കൃഷീൻ്റെ സ്ഥലത്ത് കീഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എനർജിയാണ്. എനർജി വെച്ചാൽ എത്ര സൂക്കേടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കയറുന്നവരെ ഒരു സൂക്കേടും എനിക്ക് തോന്നില്ല. അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. ഞാനിപ്പം തുടങ്ങിയിട്ട് 30-35 വർഷമായി ഞാൻ ഒരു കൃഷീൻ്റെ കാര്യത്തെ പറ്റി തുടങ്ങിയിട്ട്. 40 കൊല്ലത്തോളമായി ഞാൻ പച്ചക്കറി കൃഷി കൃത്യമായിട്ട് ഒരു കൊല്ലം ചെയ്യാതെ ചെയ്യാൻ തുടങ്ങിയിട്ട്. വിൽപ്പനക്ക് തന്നെ തുടങ്ങിയിട്ട് 30 വർഷത്തിലധികമായി. 35 വർഷത്തോളമായി പിന്നെ വിൽപ്പനക്ക് തന്നെ തുടങ്ങിയിട്ട്. ഒരു വയലിൽ ഒരുപാട് സ്ഥലം, ഒരു 1 ഏക്കർ സ്ഥലത്തോളം 2 സ്ഥലത്ത് വയലുണ്ടായിരുന്നു. ആ വയൽ നിറച്ചും പിന്നെ ഒരു സ്ഥലത്ത് ഒരു വളി എടുക്കാൻ കഴിയും, മറ്റേ സ്ഥലത്ത് പിന്നെ 2-ാം വള നെൽകൃഷി 2-ാം വള കഴിഞ്ഞിട്ടാകുമ്പോൾ ചെയ്യും. ഇപ്പുറത്തെ ഇവിടെ ആദ്യത്തെ ഒരു വള കഴിഞ്ഞ പാട് 2 കരക്കണ്ടുകൊണ്ട് പിന്നെ വെള്ളം 2 വളി എടുക്കുന്ന കണ്ടുകൊണ്ട് 1 വളി എടുക്കുന്ന കണ്ടുകൊണ്ട് ആ 1 വളി എടുക്കുന്ന കണ്ടത്തിലാണ് പിന്നെ ആദ്യമേ നടുക, ശീതകാല പച്ചക്കറി നടുക. പക്ഷേ ആ 2 വളി എടുക്കുന്ന കണ്ടത്തിലാകുമ്പം ഈ ഫെബ്രുവരി മാസമാകുമ്പോഴേക്ക് അത് മൂർന്ന് കഴിഞ്ഞ് അപ്പാട് എല്ലാം കൊത്തി എല്ലാ സാധനവും നടും. പയറ്, കയ്പ, എല്ലാം വെണ്ട, എല്ലാ സാധനം അങ്ങനെ നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും. അധികം ആ 2 വളി എടുക്കുന്ന കണ്ടത്തിന് വെച്ചാൽ കൂടുതൽ വെള്ളം വേണ്ടതാണ്. വെള്ളം ഞാൻ എല്ലാം കരണ്ട് ഒഴിച്ചിട്ട് വെള്ളം അടിക്കാനും എല്ലാ സംവിധാനവും ഞാൻ ആക്കിനി. 2 സ്ഥലത്തും കരണ്ടും ആക്കിനി, മോട്ടറും ആക്കി, എല്ലാ സൗകര്യവും ആക്കിയിട്ടാണ് പച്ചക്കറി നടല്. ഇവിടെ 12 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 12 സെൻറ്റ് സ്ഥലത്തും ഞാൻ പച്ചക്കറി ഫുള്ളായിട്ട് എല്ലാം കയ്പ, താലോലി, പിന്നെ പയറ്, പിന്നെ വെണ്ട, ചീര, എല്ലാം ചീരയുണ്ടാവും. ചീര എന്ന് വെച്ചാൽ വെണ്ട ആണി വലിച്ചിട്ടാണ് വെണ്ട വാവുക. ആ വെണ്ടേൻ്റെ നിറച്ചും ചീരക്കുരു ഇടും. കുറേ സ്ഥലത്ത് ഒരു അരക്കണ്ടം വരെ ആ ചീരക്കുരു ഇട്ടിട്ടാകുമ്പോൾ വെച്ചാൽ കുറേ പറിച്ച് നടും. പറിച്ച് നടാതെ ഇത് കുറച്ചങ്ങ് വളരുമ്പം അതിൻ്റെ ആ വെണ്ടേൻ്റെ തലയങ്ങ് അതിൻ്റെ ആ മണ്ടയങ്ങ് ഒഴിവാക്കിയിട്ട് അതിങ്ങ് പൊരിച്ചെടുക്കും. വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് തണൽ വരുമല്ലോ. ഇതിങ്ങനെ കൂടി വരുമ്പോൾ മുകളിലോട്ടാകുമ്പോൾ ആദ്യം നമ്മൾ പൊടിച്ച് വന്നാൽ നല്ല കണ്ടീഷനായിട്ട് വരും. അതെടുത്ത് അതിൻ്റെ അകത്ത് പറിച്ച് കൊടുക്കും. അതൊരു ഇത്തിരി ഉയരാകുമ്പോൾ തന്നെ അന്നേരം ഞാൻ പറിച്ച് പീടികയിലേക്ക് കൊടുക്കും.
അത് ഈ വെണ്ടയിലിട്ട് കഴിഞ്ഞാൽ വെണ്ടേൻ്റെ ഈ വെള്ളവും ഇതും പണിയെടുക്കുന്ന സമയത്ത് നല്ല വേഗം ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് പറിച്ചിട്ട് കൊടുക്കും. ആദ്യത്തേത് പറിച്ചിട്ടാണ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പറിച്ച് നടും വേറെ സ്ഥലത്ത്. ആ പറിച്ച് നട്ടിട്ടാകുമ്പോൾ അത് കുറച്ച് ദൂരം നട്ട് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ അത് പൊട്ടിച്ച് ഓരോരോ ഇത് ആദ്യത്തെ പ്രാവശ്യം നല്ല വലിയത് അടിയെ പൊട്ടിച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ അകത്ത് തേർത്തിട്ട് 2, 3 ഇതളായിട്ട് വരും. ഒരു 3-4 ദിവസം കൂടുമ്പോൾ തന്നെ പിന്നത്തേത് പൊട്ടിച്ചിട്ട് കൊടുക്കാനുണ്ടാവും. അങ്ങനെ ഞാൻ കൊടുക്കുന്നതാണ് പച്ചക്കറി. എല്ലാ സാധനവും പച്ചക്കറി എല്ലാം ഞാൻ ഇഷ്ടംപോലെ ചാക്കോട് ചാക്കുന്നുണ്ടെങ്കിൽ കെട്ടിയിട്ട് പറിച്ചിട്ട് കൊടുക്കല്. ഓരോരോ പീടികയിൽ കൊടുത്തിട്ട് ഈ നാട്ടിലൊന്നും എത്തിയിട്ടില്ലേ ഞാൻ ദൂരെ കടത്തി കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ചെയ്യല്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഞാനിത് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ എല്ലാവരും മടി കൂടാതെ ഉണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരിക. ഒന്നും വേണ്ട, നമ്മൾ പച്ചമുളക് പീടികയിൽ പൈസ കൊടുത്തിട്ടില്ലേ മേടിക്കുന്നത്. ഒരു 105 ഉറുപ്പിൻ്റെ പച്ചമുളക് വരെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ലേ മേടിക്കുന്നത്. ഒന്നും വേണ്ട, 2 മൂട് ഇഞ്ചി, ഒരു 5 മൂട് മുളക്, ഒരു 5 തക്കാളി, ഒരു 5 വഴുതിന, ഒരു 5 കക്കിരി, ഒരു 5 താലോലി, ഒരു 5 മരട് വെള്ളേരി ഞാൻ നട്ടില്ല. എനിക്ക് കുറച്ച് വെള്ളേരി നടണത്തിലെ വിത്ത് ശരിയായിട്ടില്ല. അതിപ്പം നിലത്ത് നടാൻ നേരിക്കില്ല. കവിൻ്റെ ഇടയ്ക്ക് കൂടി അവിടെ നട്ടോളൂ. പന്നി വെച്ചക്കോ എന്ന് പറയാൻ കഴിയില്ല. പിന്നെ എനിക്ക് വയലിൽ പോകാൻ ഇഷ്ടംപോലെ വയലുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നടാനും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കപ്പ നട്ടിട്ട് വാഴ വെച്ചേരം നിരക്ക് ഈ 3 ആടെ തായൽ വയലിൻ്റെ അകത്ത് നിറച്ച് 3 കണ്ടുണ്ടായിരുന്നു. ആ 3 കണ്ടത്തിൽ നിറച്ചും വാഴ വെച്ച് അതിൻ്റെ നടുക്കേക്കിട്ട് ദൂരെ അതിൻ്റെ നടുക്കേക്കിട്ട് ഓരോ കപ്പ വെച്ചിട്ട് അത്രയില്ല 85 മരട് കപ്പയെ വെച്ചിട്ടു. ആ 85 മരട് കപ്പയിൽ നിന്ന് ഞാൻ 2500 ഉറുപ്പ്യേൻ്റെ കപ്പ കളിച്ച് വിറ്റിന്. അന്ന് കിലോന് 25 ഉറുപ്പ്യ കിട്ടിയിട്ടുമല്ലോ. എന്നിട്ട് തന്നെ 25 ഉറുപ്പ്യേൻ്റെ 2500 ഉറുപ്പ്യ അത്രക്കും കപ്പ കഴിഞ്ഞ് നല്ല മരട് എത്ര മരട് ഇളക്കി പൊരിച്ചാൽ കിട്ടൂല. ഒരു 10 മരട് പൊരിക്കുമ്പോഴേക്ക് തന്നെ വലിയൊരു ചാക്ക് നിറയും. അത്രക്ക് കിഴങ്ങുണ്ടായിന്. എന്നിട്ട് പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ കുറച്ച് നട്ടിന്. അതിന് പിന്നെ വെള്ളം അടിച്ചിട്ടില്ല. പിന്നെ എല്ലാം അതങ്ങനെ ആയിപ്പോയി. അന്നേരം ഞാൻ വെള്ളം അടിക്കും. ഈ വാഴൊക്കെ പണിയെടുക്കുമ്പോൾ എല്ലാ പണിയെടുക്കും. ചില്ലും പണിയെടുക്കും ചെയ്യുന്നുണ്ട്. അതിന് നല്ലോണം കിഴങ്ങുണ്ടായിന്. പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം ഞാൻ കുറച്ച് നടണമെന്നെല്ലാം വിചാരിച്ചിന്. പിന്നെ എനിക്ക് ഒറ്റപ്പടി പോകാനാകുന്നില്ല. ആരെങ്കിലും കൂട്ടിയിട്ടാക്കിയാൽ അത് പറിച്ചു കൊടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ കൊല്ലം നട്ടിട്ട് പൊരിച്ചു കൊടുക്കാൻ ആളില്ല. എന്നിട്ട് എല്ലാവരും പോയവരെല്ലാം ആരാന്ന് വെച്ചാൽ കണ്ട ആളെല്ലാം പോയിട്ട് കുറേശ്ശെ പൊരിച്ചിട്ട് കൊണ്ടിട്ട് വെക്കലാണ്. അത് പീടികയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഒരാളില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ്. എൻ്റെ മോനോട് പറഞ്ഞാൽ ഓൻ പറിച്ചു കൊടുക്കാമെന്ന് വരും. പറിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പറിച്ചും കൊടുക്കും. അല്ലെങ്കിൽ ഓരോപ്പുറം കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർ പറിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഓൻ്റെ കഥ. കഴിഞ്ഞാൽ അവർ പറിച്ചു കൊടുക്കാൻ എനിക്ക് ആളില്ല. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇനി ഇക്കൊല്ലം എന്തായാലും നടുന്നില്ല എന്ന് വെച്ചാൽ അത് ഞാൻ നടൽ ഒഴിവാക്കി. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം അതാണ് ഈ വത്താസ് ഞാൻ നടുന്നത്. വത്താസും ഞാൻ നടുന്നത് അവിടെ നട്ടാൽ അത്രയേ ഉള്ളൂ. കഴിഞ്ഞാൽ 2 കൊല്ലം ഇത്ര പോരെ ആണി കളിച്ചിട്ട് അന്ന് ഒരു 1/4 ചാക്ക് 2 ചെറിയ ആണി ഇത്ര പോരെ നട്ടിട്ട് ഇത്രശം മണ്ണുണ്ട്. ഒരു 3/4 ചാക്കോളുണ്ട് കളിച്ചിട്ട്. പിന്നെ കഴിഞ്ഞാലും കളിച്ചിട്ട് 2 കൊല്ലം നട്ടതാണ്. 2 കൊല്ലം നട്ട് നോക്കുമ്പോൾ കേട് വന്നു വരും. കുറച്ച് വൈപ്പ് 3 മാസം എത്തറ് അതിലിടയ്ക്ക് തന്നെ കളിക്കണം. വത്താസ് അങ്ങനെയുണ്ട്. എന്നിട്ട് അത് കളിച്ച് നോക്കുമ്പോഴേക്ക് എന്നാ പറയുന്നുണ്ട് എല്ലാം കെട്ടുപോയി. എന്നാലും കുറേയെല്ലാം കിട്ടീനി. അങ്ങനെയാണ് നമ്മൾ നട്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നാ വേണ്ട ചില വെള്ളേരി മത്തൻ ഒന്നും വേണ്ട. 2 തറ കെട്ടി കുറച്ച് കയറ് കെട്ടി കൊടുത്താൽ മതി. സ്ഥലമില്ലെങ്കിൽ മുകളിലേക്ക് 2 കുറ്റി കുഴിച്ചിട്ട് കയറ് കെട്ടി കൊടുക്കുക. ഒരു 2 കയ്പ തൈ നട്ടാൽ മതി. 2 കയ്പ 2 കുണ്ട് കയ്പ മാത്രം നട്ടാൽ മതി. അതേപോലെ തന്നെ ചീരയാണെങ്കിൽ ഒരു ഇത്ര പേരെ ചീര വായിട്ട് അത് പൊരിച്ച് നട്ടാൽ അതിനകത്ത് ദിവസവും പൊട്ടിച്ച് നമുക്ക് കറി വെക്കാം. എത്ര വേണമെങ്കിലും കറി വെക്കാം. പച്ചച്ചീരയാണെങ്കിൽ പിന്നെ നമ്മൾ പൊടിക്കൊന്നും വേണ്ട. ഒരിക്കൽ നട്ടിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ കൊല്ലത്തൊക്കെ അത് അരിയായിട്ടെങ്കിൽ പിറ്റത്തെ കൊല്ലം നിറച്ചും പച്ചച്ചീരയായിരിക്കും. അത് പൊരിക്കാൻ തന്നെ വലിക്കൊല്ലം ഞാൻ എത്രയായിരുന്നു പൊരിച്ചിരുന്നത്. ഇനിയിപ്പം തന്നെ പൊട്ടിക്കാനുണ്ട്. മതിയായി പൊടിച്ചു. ഇപ്പം ആദ്യം മതിയായിപ്പോയി. പൊടിച്ച് മുടിഞ്ഞു പോയി കൂട്ടിയിട്ട്. അത്രയല്ലേ കൂട്ടാൻ കഴിയുന്നുണ്ട്. അധികം ദിവസം കൂട്ടുമ്പോൾ മുടിഞ്ഞു പോയില്ലേ. അതേപോലെ ഇപ്പം വഴുതിന എല്ലാം ഞാൻ 2 കൊല്ലത്തെ വഴുതിനുണ്ട് ഇവിടെ പൊടിച്ച് ഇക്കൊല്ലം നല്ലോണം ഉണ്ടാകുന്നുണ്ട്. ഇക്കൊല്ലം നട്ടതുകൊണ്ട് ഒരു 5 വഴുതിനെ ഇക്കൊല്ലം നട്ടിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലം നട്ട 2-3 വഴുതിനയുണ്ട്. അതും കൂടി അതാണ് ആ വയലറ്റ് വഴുതിന. ഈ പച്ച വഴുതിന എന്ന് പറഞ്ഞാൽ വലിയ വഴുതിന. അതാണ് ഈ നീല ഇപ്പം ഞാൻ നടുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നാ വേണ്ട വെച്ചാൽ എല്ലാവരും നടുക. ഒരാളും മടി കൂടാതെ ഉണ്ട്. ഒന്നിനും ഒരു കാര്യം നമ്മളെ മനസ്സുണ്ടെങ്കിൽ നമുക്കുള്ള ആരോഗ്യവും നമ്മളെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം തനിയെ വരും. നല്ല ഒരു കൃഷി ചെയ്യാനുള്ളൊരു മനസ്സും മറ്റുള്ള ഒരു ആരോഗ്യം നമുക്കില്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യം ഇല്ലെങ്കിലും നമുക്ക് ആ കൃഷിയിലേക്കുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവർ നല്ല മനസ്സോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആർക്കും വിജയിക്കാൻ കഴിയും. ഇനി എന്ത് കാര്യത്തിനാണ് നമ്മൾ ഇറങ്ങുന്നുണ്ടോ ആദ്യം നല്ല ധൈര്യത്തോടും നല്ല മനസ്സോടും കൂടി നിങ്ങൾ ചെയ്യുക. അതേപോലെ നിങ്ങളെല്ലാവരും ഓരോരോ 5 മൂട്
പിന്നെ എല്ലാ സാധനവും നടും, എല്ലാം നടും, എല്ലാം ഒന്നും ഒഴിവാക്കണ്ട, എല്ലാം ഒരു 5 മൂട് അത് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങളെ വീട്ടിലേക്കുള്ള ആവശ്യം അത് കഴിയുമ്പോഴേക്ക് ആദ്യം നടുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പം പച്ചക്കറി മേടിക്കണ്ട, നിങ്ങൾ ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ ഇനിയും പിന്നെ ഞാൻ ഇത് ഒരു തുടങ്ങിയത് മുതലേ ഞാൻ പറയാൻ തുടങ്ങി, എല്ലാവരോടും പച്ചക്കറി നടണം, കൃഷി ചെയ്യണം. വയസ്സായി എന്ന് വെച്ചിട്ട് കുത്തിരിക്കറ്, വയസ്സായാലും സാരമില്ല, നമുക്ക് വടി കുത്തിയിട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ വടി കുത്തിയിട്ട് എടുക്കുന്നത് ഈ പച്ചക്കറിക്ക് എടുക്കാം. നമുക്കിപ്പോൾ കിളക്കാൻ കഴിയില്ല, കിളക്കണ്ട, അത്ര മാത്രമല്ലേ ഉള്ളൂ. ഈ ബാഗ് വാങ്ങിയാൽ അതിൽ കുറച്ച് ചകിരിച്ചോറോ ഇത് വാങ്ങിയിട്ട് അതിൽ ഇട്ടിട്ട് നട്ടു കൊടുക്കാമല്ലോ, അതിന് നമ്മളൊരു വിഷമമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും സ്നേഹിതന്മാരോടും എൻ്റെ മക്കളോടും എൻ്റെ പിന്നെ എന്താ പറയുക സഹോദരന്മാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്നുള്ള പണ്ടുള്ള കർഷകരെല്ലാം നശിച്ചു പോകാൻ പോകുന്നു. ആ സമയത്ത് നിങ്ങൾ ചെറുപ്പക്കാർ കുട്ടികളും ആൾക്കാരും നല്ല കൃഷിയോടെ വരണം. എന്നിട്ട് ഈ കൃഷി ഭൂമി നമ്മളെ മണ്ണിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ട് പുറനാട്ടിൽ നിന്ന് കൊണ്ടുവരാതെ കൃഷി നമ്മൾ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ കണ്ടിട്ട് എല്ലാവരും കൃഷി ചെയ്തിട്ട് ജീവിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളിപ്പം പ്രായമുള്ള നമ്മളെപ്പോലത്തെ ആളെല്ലാം പോകാനായി, ഇനിയിപ്പോൾ എത്ര വരികയെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതെല്ലാം പോയി വരുമ്പോഴേക്ക് അത്രയും ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇത്ര സ്ഥലത്തെ പച്ചക്കറി പോകും. അതേരം വേറൊരാൾ അതിനും കൂടുതൽ നട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഒരു കാര്യത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പച്ചക്കറിക്കോ വേറൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ നിങ്ങളോട് ഇത്രയും പറഞ്ഞ് കുറച്ച് കൂടുതലായിപ്പോയി പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളോട് ഇത്രയും പറഞ്ഞ് ഞാൻ പിന്നെ മതിയാക്കുകയെന്ന്. ഇനിയിപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ നിങ്ങൾക്ക് അതിന് പോരാതെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും നിങ്ങളും മറക്കരുത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് എന്നും കൃഷി, ഞാൻ മരിക്കുന്നവരെ എനിക്ക് കൃഷി ചെയ്യണം എന്നുള്ളൂ. എൻ്റെ കൃഷിയിടത്തിൽ വെച്ചിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതിനോട് സന്തോഷമൊന്നുമില്ല. അതിന് ദൈവം എനിക്ക് ഇടവരുത്തിട്ടെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പണിയെടുക്കാതെ ഉണ്ട്, എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കണം എന്നുള്ള ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. എന്നും നിങ്ങളോട് എനിക്ക് പറയാനും നിങ്ങളോട് നിങ്ങളെ കാണാനുമുള്ള പിന്നെ ഇത് എനിക്ക് ദൈവം തരട്ടെ, ആരോഗ്യം എനിക്ക് ദൈവം തരട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഇനി എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. ഇന്നിപ്പം ഇവിടെ വെക്കാൻ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നമുക്ക് നമസ്കാരം, നന്ദി.